Hi friends, LINI'S Food Cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രീമി ചിക്കൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ക്രീമി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തൈരും കൂടി നമുക്ക് നല്ല കട്ടി തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതും കൂടി 3ഉം കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 1 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് മൂടി ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് നല്ലൊരു കാഷ്യൂ ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5-8 വറ്റൽമുളക് ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്ക് പൊടിച്ചെടുക്കാൻ പാകത്തിന് ഒന്ന് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു 50 ഗ്രാമോളം കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 4 തക്കാളിയും കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചൂടാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂസും വറ്റൽമുളകും നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ക്രീം. ഒരു സ്പെഷ്യൽ ക്രീമാണ്. കാഷ്യൂസിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ കറിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ഒരു 5 സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ തന്നെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം കൂടിയത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂസ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മസാലയൊക്കെ കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കശുവണ്ടിയും വറ്റൽമുളകും കൂടി അരച്ച ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഞാനതിൽ ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്രയും മാത്രം ഗ്രേവി നമുക്കിതിലേക്ക് മതി. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി ഇരിക്കുന്ന ഒരു കറിയാണ്. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചിക്കൻ കറി വെക്കുന്നതിനൊക്കെ വളരെ ടേസ്റ്റിയാണ് ഇതുപോലെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ക്രീമി ഗ്രേവിയാണ് നമുക്കിതിന് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവി. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് 2-3 മിനിറ്റ് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഇത്തിരി ലൂസായി വന്നിരിക്കുകയാണ്. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറക്റ്റ് ആ ഗ്രേവിയൊക്കെ വറ്റി നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇതിന് മേലെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. സമയം ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് മേലെ ഒരല്പം മല്ലിയില ഒന്ന് തൂവിക്കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്നിറക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്രീമി ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.